University Medical Aspirant Meet 2024. യൂണിവേഴ്സിറ്റിയെ ചൂസ് ചെയ്യാൻ കാരണം നമ്മളൊരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് നമ്മളെ എല്ലാ വിഷയങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷിതാവിനുണ്ടാകുന്ന ആശങ്കകൾ എന്താണ് എന്നുള്ളത് അത് വ്യക്തമായി അതിൽ നിങ്ങൾ നമുക്ക് ആ വിഷയങ്ങളിൽ 100% സാറ്റിസ്ഫൈഡ് ആകുന്ന രൂപത്തിലാണ് നമുക്ക് മറുപടി തന്നത്. ജവാദയുടെ വളരെ മനോഹരമായി വന്ന സമയം മുതൽ വളരെ കൃത്യമായി വ്യക്തതയോടുകൂടി എല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നു. ഈ രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്യും അവർക്ക് അടുത്ത 10 വർഷത്തേക്ക് എത്തരത്തിലുള്ള ആളുകളെയാണ് വേണ്ടത്, ഏതൊക്കെ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് അവർ കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്നത്, അബ്രോഡ് നിന്ന് ഏത് കോഴ്സ് ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ വരാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഇങ്ങനത്തെ ഒരു അജണ്ട രാജ്യത്തിനുണ്ടാകും. അതിനനുസരിച്ച് അതിനേറ്റവും ഉചിതമായ ക്യാമ്പസുകളിലേക്ക് കുട്ടികൾ എത്തിക്കാനുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ കോഴ്സുകൾക്കും ചില നല്ല രാജ്യങ്ങൾ, നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. അതിന് ഗൈഡൻസ് കൊടുക്കുകയും അഡ്മിഷൻ സഹായങ്ങൾ നൽകുകയും ചെയ്യുക. പ്രോപ്പർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഒരു മനുഷ്യനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു ധാരണ. അതുപ്രകാരം ഞാൻ ജവാനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ജവാനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം കിട്ടിയത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, ബ്ലോക്കാക്കി. നമ്മുടെ അപ്കമിങ് ഡോക്ടേഴ്സ് ആണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് പോലെ. ഈ ജവാദ് സാറിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. സോ ആ വീഡിയോസിൽ കുറച്ചും കൂടി ഒരു പ്രോമിസിങ് ഒരു ഇത് കിട്ടിയായിരുന്നു. എല്ലാം കൂടി സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എല്ലാം ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ മോളൊരു ഡോക്ടർ ആവണം എന്നുള്ളത്. എനിക്ക് വാക്ക് തന്നൊരു ഉറപ്പുണ്ട്, നീ പഠിക്കുമെങ്കിൽ നിന്നെ ഏതുവരെ പഠിപ്പിക്കാനും ഞാൻ തയ്യാറാണെന്ന്. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവൻ അബ്രോഡിൽ വിട്ടിട്ട് MBBS എന്ന് പറയുന്ന ആഗ്രഹത്തിലോട്ട് എത്തിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇതേപോലെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് കോട്ടും സ്റ്റെതസ്കോപ്പും വാങ്ങിയതായിരുന്നു. നമ്മുടെ പേരൻസ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. നല്ല ട്രസ്റ്റിംഗ് ഏജൻസിയാണ്. താങ്ക് യു യൂണിവേഴ്സിറ്റി ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ MBBS ജേർണി.